ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ബാലുശ്ശേരിയിലുള്ള ഒരു പാവം പ്രവാസിയുടെ ഭാര്യ ഒളിച്ചോടിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ പാവം മനുഷ്യൻ 4 വർഷത്തോളം ജീവിച്ചതിന് ശേഷമാണ് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ 4 വർഷം മുമ്പ് പ്രവാസ ലോകത്തേക്ക് പോയത്. അതായത് വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായെങ്കിലും 4 വർഷം ജീവിച്ചിന്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പല പ്രവാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് ഒരു 4 വർഷത്തിനുള്ളിൽ 4 മാസം പോലും ജീവിക്കാതെ ഒരുപാട് പ്രവാസികൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവരെ മാത്രം ആലോചിച്ചുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ വരവും കാത്തിരിക്കുന്നുണ്ട്. അതാണ് ഒരു ഉത്തമയായ സ്ത്രീ എന്ന് പറയുന്നത്. പക്ഷേ 4 വർഷം ജീവിച്ച് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഭർത്താവ് സൗദി അറേബ്യയിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവൻ എന്ന് പറഞ്ഞ ഈ സ്ത്രീയുടെ പേരിലേക്കാണ് അയച്ചു കൊടുത്തത്. അത് മുഴുവൻ കൊണ്ടാണ് ഈ സ്ത്രീ പോയത് എന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അതായത് ഈ മനുഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിഴിഞ്ഞിട്ട് വല്ലവനും വേണ്ടിയിട്ട് വല്ല ഏതോ എരപ്പാളിക്ക് മുഴുവനായിട്ട് എടുത്തു കൊടുത്തിരിക്കുന്നു. എന്തിനാ ഇവറ്റകളൊക്കെ ജീവിക്കുന്നു? ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ പറയിക്കുന്നില്ലായിരുന്നു. ആ മകനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ് ആ പാവപ്പെട്ടവൻ പറയുന്നത്. അവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അവൻ്റെ അവസ്ഥയെ കണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇവറ്റകളെ എവിടെയെങ്കിലും വെച്ച് തിരിച്ചറിയുകയാണെങ്കിൽ ഒന്ന് ആ മകനെ വാങ്ങിച്ചിട്ട് ഇവർക്ക് കൊടുക്കണം. ബാക്കി എന്തോ ആയിക്കോട്ടെ, അതാണ് വേണ്ടത്. അതേ വേണ്ടു അയാൾക്ക്. അയാൾക്ക് പണവും വേണ്ട, സ്വർണവും വേണ്ട, ഒന്നും വേണ്ട. ആ മനുഷ്യനെ മകനെ മാത്രം കിട്ടിയാൽ മതി. എത്രമാത്രം ദുഷ്ടയായ ഒരു സ്ത്രീയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനു മുമ്പെയൊക്കെ ഒളിച്ചോടിയവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അവരൊക്കെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദുരിതത്തിൽ തന്നെയാണ്. ഒളിച്ചോടിയിട്ട് ആരെങ്കിലും ഇവിടെ നന്നായിട്ടുണ്ടോ? എനിക്ക് തന്നെ അറിയുന്ന ഒരു ടീമുണ്ടല്ലോ. അതായത് വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയായിരുന്നു. 2 മക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 വയസ്സായപ്പോഴാണ് ഒളിച്ചോടിയത്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ മക്കളും ഇല്ല, ഭർത്താവും ഇല്ല. അവരൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ആ ഒളിച്ചോടിയവനെ പോറ്റാൻ വേണ്ടിയിട്ട് എവിടെയോ ഏതോ തുണിക്കടയിലോ എവിടെയോ പോയി നിന്നിട്ട് ജോലി ചെയ്യുന്നു. എന്തിനാ അറിയാം? അവൻ വെറും കള്ളുകൂടിയനാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ കള്ളുകുടിയിലൂടെയുള്ള സ്നേഹമാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതൊരു ബാധ്യതയായി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്താ, ജീവിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു കടയിൽ പോയിട്ട് ജോലി ചെയ്യുന്നു. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എത്ര സുഖത്തിൽ ജീവിച്ചതാണ്. ഇന്ന് ബന്ധുക്കളില്ല, നാട്ടുകാരില്ല, കൂട്ടുകാരില്ല, ഒരു മനുഷ്യന്മാരില്ല. എല്ലാവരും കാർക്കിച്ച് തുപ്പുമായിരുന്നു കണ്ടു കഴിഞ്ഞാൽ. അമ്മാതിരി തൊട്ടിത്തരലേ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അത് മാത്രം ആകരുത്. അതിൻ്റെ മേലെയും വേറെയുണ്ട്. അല്ലാതെ വെറും അത് മാത്രമായി കഴിഞ്ഞാൽ ജീവിതം ഉണ്ടാവില്ല. ഏത് മനുഷ്യനായി കഴിഞ്ഞാലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഉണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷം മാത്രം. ഇനി നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാന്യമായിട്ട് പിരിഞ്ഞു പോകുക. അതാണ് വേണ്ടത്. അവിടെയും നിങ്ങൾ ഒരു മനുഷ്യന്മാർ പോലും പിന്നെ എന്താ പറയേണ്ടത്, ഒരു വഞ്ചന കാണിക്കരുത്. അതായത് ഒരു പ്രതികാരം ചെയ്യലല്ല വേണ്ടത്. നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിയമപ്രകാരം ആ ഒരു കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുക. അല്ലെങ്കിൽ ഒരു 2 കൊല്ലം നിങ്ങൾ പ്ലാൻ ചെയ്യുക. കുട്ടികൾ വേണോ, നമ്മൾ ഒരുമിച്ച് പോകുമോ എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് മാത്രം ജീവിക്കുക. അതാണ് വേണ്ടത്. ഇതുപോലെയുള്ള പ്രവാസികളുടെ ഭാര്യമാരെ മയക്കാൻ വേണ്ടിയിട്ടും കുറേ എണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. കുറേ കഴുകന്മാരുണ്ട് ഇവിടെ. അവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ ഉപദ്രവിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾക്ക് പറ്റിയ തെറ്റെന്താണെന്നറിയാം. അതായത് ഇവന്മാർ നമ്പർ എഴുതി കൊടുത്തിട്ടാണ് പണ്ട് റീചാർജ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഇവന്മാർ തട്ടിയെടുക്കുകയും നമ്പർ, ആ നമ്പറിലേക്ക് പിന്നീട് വിളിയായി ഇതായി അങ്ങനെ പലരും ചതിക്കുഴിയിൽ വീണിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും ഒളിച്ചോടുന്നൊന്നും ആയിരിക്കില്ല. പലരും എന്ന് പറഞ്ഞാൽ ചതിക്കുഴിയിൽ വീഴുന്നതാണ്. പിന്നെ പലരും എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ക്യാമറ ഓണാക്കി വെക്കും. അതും ആർക്കും മനസ്സിലാവില്ല. ആ മൊബൈൽ ക്യാമറയിൽ പിന്നീട് ഇവനെല്ലാം ഒപ്പിയെടുക്കും. പിന്നീട് അങ്ങോട്ട് ഭീഷണിയാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ. ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവർക്ക് ഒളിച്ചോടിയേ മതിയാവൂ. പിന്നെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള കുറേ കഴുകന്മാരുണ്ട്. അവന്മാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ചിലപ്പോൾ അടുത്ത ബന്ധുക്കളായിരിക്കാം, അടുത്ത കൂട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത നാട്ടുകാരനായിരിക്കാം, ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെ ചുറ്റിത്തിരിക്കുന്ന ഏതെങ്കിലും എംബോക്കിയായിരിക്കാം. ഇങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട്. കാരണം ഇവർക്കൊന്നും ഒരു നഷ്ടവും വരാനില്ല. അതായത് മറ്റുള്ളവൻ്റെ കുടുംബം തകർത്താലോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലോ ഒരു നഷ്ടവും വരാനില്ല. പണ്ടൊരിക്കൽ മറ്റൊരു കഥയും കൂടി പറഞ്ഞുതരാം. ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിരുന്നു. ആ ഭാര്യ ഇതുപോലെ തന്നെ വേറൊരുത്തിൻ്റെ കൂടെ മറ്റേ പരിപാടി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞ് ഒരു ദിവസം പിടികൂടിയപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു? ന്യായപൂർവ്വം അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഡിവോഴ്സ് ചെയ്യുന്നു. അവസാനം അയാൾ വേറെ കല്യാണം കഴിക്കുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ആരോരുമില്ലാതെ, ഒരു മനുഷ്യന്മാരില്ലാതെ, അതായത് ഈ മറ്റേ പിടിച്ചോനിലോ നല്ല ജീവിതം നയിക്കുമ്പോഴേ ഈ സ്ത്രീ ഇന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും കണ്ടുകൂടാതെ
അല്ലെങ്കിൽ ആ പേര് ദോഷമായിട്ട് ജീവിക്കുന്നതാണ്. ഈ ആണിന് ഒരു പേര് ദോഷവും ഇല്ലടോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ആണുങ്ങൾക്ക് ഒരു കുഴപ്പവും വരുത്തൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവളുടെ കുടുംബജീവിതം തകർന്നതല്ലാതെ അവൻ്റെ ജീവിതത്തിന് യാതൊരു പ്രശ്നവും പറ്റൂല. അവനാണെങ്കിൽ വേറെ പെണ്ണും കിട്ടും, നല്ല കല്യാണവും കഴിച്ച് അല്ല സുഖമായിട്ട് ജീവിക്കും. ഈ സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ അമിഞ്ഞു പോകും. പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഒരുപാട് പേര് ചതിക്കുഴിയിൽ വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളെ വീഴിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് 100 കോളുകൾ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് സുഖമാണ്, വെറുതെ ചോദിക്കുമായിരുന്നു. എങ്ങനെയാ കാര്യങ്ങളെല്ലാം നടക്കുന്നത്, വെറുതെ ചോദിക്കും. ഒരു സുഖം അവന് കിട്ടിക്കഴിഞ്ഞാൽ ഊട്ടി, ഇല്ലേ ചട്ടി എന്ന് പറഞ്ഞ വലിയ നിയമാർ പലതരത്തിലും പല ഇതായിട്ട് ഉമാർ വരും. വളരെയധികം സൂക്ഷിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചാടാൻ വന്നത് പിന്നെ എങ്ങനെയും ചാടും, അതങ്ങനെയാണ്. ഇപ്പോൾ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5-8 ദിവസമായി കാണാതായിട്ട് എന്ന് പറയുന്നത്. അവരെ കാണാതായതല്ല, ചിലപ്പോൾ ആ മറ്റവൻ്റെ കൂടെ പോയതായിരിക്കും. ആ പോയിട്ട് അവരിപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥിതിയിലാണെന്ന് അവർക്ക് പോലും അറിയില്ലായിരിക്കാം. അത്രമാത്രം ദുരിതപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും, തിരിച്ചു വരാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കുഞ്ഞിനെങ്കിലും രക്ഷിക്കാനായിരുന്നു. കാരണം ഇവറ്റകൾക്കെല്ലാം ഒരു സ്വഭാവം എന്താ അറിയാം, കുറേ കഴിഞ്ഞ് മടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ജീവൻ എടുക്കും. അതാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾ എടുക്കുക, കുഞ്ഞുങ്ങളെ വെച്ചേക്കരുത്. കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യനെ തിരിച്ചു കൊടുക്കണം. അയാൾക്ക് ഇനി ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മാത്രമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എത്രമാത്രം സ്നേഹത്തോടു കൂടി 4 വർഷം സ്നേഹിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്നും ഓരോ നിമിഷവും വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടാകും. അപ്പോഴും ഇങ്ങനെയുള്ള കാമുകന്മാരുടെ മടിയിൽ കിടന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഭർത്താവിനോട് സംസാരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, അയാളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇതാണ് പറയുന്നത്. അതായത് ഈ ചതിയെ നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പണ്ട് മുതലേ ഗൾഫുകാർക്കുള്ളൊരു പേരാണ്. എന്താണെന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞാൽ ഇപ്പം വരുകയുള്ളൂ, 2 വർഷം കഴിഞ്ഞാൽ ഇപ്പം വരിക, അങ്ങനെയാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗൾഫുകാർ എന്ന് പറയുന്നൊരു ഇതില്ലത് കൊണ്ടാണ് നമ്മുടെ നാട് ഇന്ന് ഇത്രയും പുരോഗമിച്ചത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പുരോഗമിക്കത്തില്ല. ഈ ഗൾഫ് പണം തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്നിട്ടില്ല ഒരു ഇതുമല്ല. ഗൾഫ് പണത്തിൻ്റെ ആ ഇതിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലെത്തിയത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ വീടെടുക്കാൻ തുടങ്ങുമ്പോൾ വരെ എന്ന് പറഞ്ഞാൽ അവൻ്റെ പണമാണ് ഇവിടെ ഒഴുകുന്നത്. ആ പണം കൊണ്ടാണ് ഇവിടെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമ്പാദ്യങ്ങളും ഉണ്ടാക്കിയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു ചതി പറ്റുമ്പോഴും നമ്മുടെ നാട്ടുകാർ നോക്കിയിരിക്കരുത്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആർക്കൊന്നും പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഏതെങ്കിലും ഒരുത്തം വന്നു കഴിഞ്ഞാൽ അവനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, അവനോട് ചോദിക്കാൻ കഴിയില്ല, മോനെ എവിടുന്നാ വന്നതെന്ന് ചോദിക്കാൻ കഴിയില്ല. കാരണം അത് ചിലപ്പോൾ ഒരു ബെസ്റ്റി ആയിരിക്കാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഈ ചോദിച്ച നാട്ടുകാരുടെ പേരും എഴുതി വെച്ചിട്ട് ഈ സ്ത്രീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും നാട്ടുകാരുടെ തലയിൽ വീഴും. അങ്ങനെ വീണിട്ടുമുണ്ട്. അതായത് പ്രവാസിയുടെ വീട്ടിലേക്ക് വരുന്ന ഒരുത്തനെ ചോദ്യം ചെയ്തതുകൊണ്ട് അവൻ്റെ ഭാര്യ പോയിട്ട് ഇത് പിടിച്ചത് കൊണ്ടാണ് അവൻ്റെ ഭാര്യ ഇത് ചെയ്തത്. അവൾ പോകുന്നതിന് മുമ്പ് 4-5 ആളുടെ പേരും എഴുതി വെച്ചിരുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലരും ഇന്നും മിണ്ടാറില്ല. മിണ്ടാൻ ഭയമാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്. നന്ദി, നമസ്കാരം. ഇത്രയേ പറയാനുള്ളൂ.